Hi, hello, myself Anu Joseph. This is Touch of Ink Tattoo School and Studio. So, നമ്മൾ ഇന്നൊരു മനോഹരമായ ഒരു ടാറ്റു ഇത് നമ്മളൊരു കസ്റ്റമൈസ് ചെയ്തൊന്ന് ഡിസൈൻ ചെയ്തതാണ്. ഓക്കെ, ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതൊരു കളർ വർക്കാണ്. നമുക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്, ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ കെയർ നമ്മൾ അങ്ങ് വിട്ടാൽ മതി. അങ്ങനെ ഉണ്ടാവാനേ പാടില്ല. ടാറ്റു ചെയ്യുന്ന പോലെ തന്നെ അതിനേക്കാട്ടിലും പ്രധാനത്തോടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ടാറ്റു ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത്. അപ്പം ഇന്ന് ടാറ്റു ആഫ്റ്റർ കെയർ എങ്ങനെ നമ്മൾ ടാറ്റുവിനെ നമ്മൾ കെയർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒരു ടാറ്റു ചെയ്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, അധികം വെള്ളം നനയ്ക്കാൻ പാടില്ല, അല്ലെങ്കിൽ അധികം പൊടി നനയ്ക്കാൻ പാടില്ല, പൊടി വരരുത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം അതിന് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും നമ്മുടെ ടാറ്റു നമ്മൾ ഒരുപാട് പെയിൻ നമ്മൾ അതിന് കൊടുക്കുന്നുണ്ട്, നമ്മൾ ഒരുപാട് സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, മണി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. മോറോവർ നമ്മുടെ സ്കിന്നിൽ ഒരു പുതിയൊരു സംഭവം നമ്മുടെ ബോഡിയിലേക്ക് അറ്റാച്ച് ആയി പോവുകയാണ്. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ അത് എങ്ങനെ കെയർ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതും ഒരുമാതിരി എല്ലാ ടാറ്റു ആർട്ടിസ്റ്റും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡെർമലൈസ്ഡ് പ്രോ എന്ന് പറയുന്ന സ്റ്റിക്കർ. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സെക്കൻഡ് ലെയർ ആയിട്ട്, നമ്മുടെ സെക്കൻഡ് സ്കിൻ ആയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ഒരു കാണുമ്പോൾ ഒരു ക്ലീൻ ഫിലിം പോലെയാണ് നമുക്കിത് കാണുക. ഇതാണ് അതിൻ്റെ ഒരു ഔട്ടർ. നമ്മളിതിപ്പം ചെയ്യുന്നതിന് മുന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ ആണ്, ഒപ്പം തന്നെ ബ്രീത്തബിൾ ആണ്. അതാണ് ആൻറ്റി ബാക്ടീരിയൽ ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു സ്റ്റിക്കറാണ് ഈ ഡെർമലൈസ്ഡ് പ്രോ എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് സ്കിൻ ആയിട്ട് നമ്മുടെ ഇതിൽ പ്രവർത്തിക്കുകയാണ്. ചില ആർട്ടിസ്റ്റുകൾ നമ്മൾ ചെയ്ത ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരെണ്ണം അപ്ലൈ ചെയ്യുകയും ഒരു ഡെർമലൈസ്ഡ് പ്രോ അപ്ലൈ ചെയ്തതിന് ശേഷം 24 hours ശേഷം അത് റിമൂവ് ചെയ്തിട്ട് വീണ്ടും അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളിവിടെ മോസ്റ്റ്ലി എല്ലാവരുടെ അടുത്ത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ആദ്യം ടാറ്റു കഴിഞ്ഞിട്ട് 24 hours നമ്മുടെ ഈ ഒരു പ്ലാസ്മാസും കുറച്ച് ഇങ്കും ഒക്കെ നമ്മൾ വെളിയിൽ പോയിട്ട് അതിനൊന്ന് ജസ്റ്റ് ഒരു 24 hours ബ്രീത്തിങ്ങിന് വേണ്ടി വിട്ടതിന് ശേഷം മാത്രമാണ് നെക്സ്റ്റ് ഡേ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഡെർമലൈസ്ഡ് പ്രോ ഒട്ടിക്കുന്നത്. കാരണം ചില ആളുകൾക്കൊക്കെ ഒരു കൺഫ്യൂഷൻ വരും, ഒട്ടിച്ച് കഴിയുമ്പോൾ കുറച്ച് പ്ലാസ്മാസ് ഇങ്കും വന്ന പോലെ ഇങ്ങനെ ബൾജായിരിക്കുന്ന പോലത്തെ ഒരു ഫീലിങ്സ് വരും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 24 hours ശേഷമാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, അതിൻ്റെ ഇൻസൈഡ് വെള്ളം ഇറങ്ങാതിരിക്കാൻ മാത്രം നമ്മൾ ട്രൈ ചെയ്താൽ മതി, ശ്രദ്ധിച്ചാൽ മതി. മാത്രമല്ല ഔട്ടറിൽ ഇപ്പം വെള്ളം വീണാലോ, അല്ലെങ്കിൽ ഇത് മെയിൻലി നമ്മൾ നോക്കുന്ന ഒരു ടാറ്റു നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രസ്സ് ഉരഞ്ഞിട്ട്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡയറക്റ്റ് ചിലപ്പോൾ വെള്ളം വീഴുന്ന ഒരു ടൈമിൽ, അതുപോലെ തന്നെ പൊടി നമ്മൾ ട്രാവൽ ചെയ്യുമ്പം അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും നമുക്ക്. അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡെർമലൈസ്ഡ് പ്രോ ഒട്ടിച്ചാൽ നമ്മൾ അങ്ങനെ ഒരു ഒരു ടാറ്റു ചെയ്ത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ നമ്മൾ വെള്ളം സ്ട്രൈറ്റ് ആയിട്ട് അതിനകത്ത് ഇൻസൈഡ് പോയാൽ നമ്മൾ പിന്നെ അത് മാറ്റേണ്ടി വരും. അത് മാത്രമല്ല, അത് അങ്ങനെ ഇരിക്കുന്നതും നല്ലതല്ല. അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇൻസൈഡ് വെള്ളം ഇറങ്ങാതിരിക്കാൻ മാത്രം ട്രൈ ചെയ്യുക. ഇത് റിമൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു 2 weeks, അതായത് 10 to 14 days നമുക്കിത് റിമൂവ് ചെയ്താൽ മതി. ആ റിമൂവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഡെഡ് സ്കിൻസ് ഉണ്ടല്ലോ, ആ സ്കിൻ അതിന്റെ കൂടെ തന്നെ നമുക്ക് റിമൂവ് ആയി പീലായി വരും. അപ്പൊ പിന്നെ നമുക്ക് ആ ഒരു പീൽ ഓഫ് നമ്മൾ കൈകൊണ്ട് ചില ആളുകളെ ഇളക്കി കളയാറുണ്ട്. അപ്പം പല സമയത്ത് ഇതായിട്ട് ഫീൽ ചെയ്യും. ടാറ്റുവിനെ നമ്മൾ കെയർ ചെയ്യുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക, നല്ല ഹെൽത്തി കൂടെ ആവട്ടെ നമ്മൾ ടാറ്റു ചെയ്യുമ്പോഴത്തേക്കും, അല്ലേ? അതും നല്ലതാണ്. അതെ. അപ്പോൾ ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ടാറ്റുവിനെ, നമ്മൾ ഇത്രയും പെയിൻ എടുക്കുന്നുണ്ട്, നമ്മൾ ഇത്രയും അതിനുവേണ്ടി നമ്മൾ ഒരുപാട് സ്വപ്നം കാണാറ്, നല്ലൊരു ടാറ്റു നമുക്ക് നല്ലൊരു ഔട്ട് വരണമെന്ന്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും ഏറ്റവും ബെസ്റ്റ് ആണ് ടാറ്റുവിന് കൊടുക്കുന്ന ഈ ഒരു സെക്കൻഡ് ലെയർ എന്ന് പറയുന്ന ഡെർമലൈസ്ഡ് പ്രോ. നമ്മളിപ്പോൾ ഡെർമലൈസ്ഡ് പ്രോ ഒട്ടിച്ചു. ഇതൊരു സെക്കൻഡ് സ്കിന്നായിട്ട് നമ്മുടെ ബോഡിയിൽ ഇനി പ്രവർത്തിക്കും. ഒരു 10 to 14 days നിങ്ങളുടെ ആർട്ടിസ്റ്റ് എന്താണോ പറയുന്നത് ആ ഒരു ടൈമിനകത്ത് നമുക്കിത് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിനി ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിനി ടെൻഷൻ വേണ്ട. ഒരു പൊടി അടിക്കുമെന്നോ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വെള്ളം വീഴുമെന്നോ, അല്ലെങ്കിൽ നമ്മുടെ ടാറ്റുവിനെ നമുക്ക് പ്രോപ്പറായിട്ട് കെയർ ചെയ്യാൻ പറ്റാതിരിക്കുമോ എന്നുള്ള ഒരു ടെൻഷനൊന്നും വേണ്ട. നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ ഒരു 10 days ശേഷം നമുക്ക് ഈ ഒരു ടാറ്റുവിനെ കാണാൻ സാധിക്കും. 10 to 14 days. Yeah. Thank you. Okay. And I would like to thank my artist. Yeah. Yes. Okay. Harry is the man behind this. Yes. അതെ, റോക്കി ഡിസൈൻ ചെയ്തതാണ് അല്ലേ? ഇത് റോക്കി ഡിസൈൻ ചെയ്തു. നമ്മുടെ ചീഫ് ആർട്ടിസ്റ്റും നമ്മുടെ എല്ലാ ചീഫ് ഡിസൈനറും റോക്കിയാണ്, അദ്ദേഹമാണ് അത് ഡിസൈൻ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ടാറ്റു സ്വപ്നങ്ങൾ ഇനി ഒട്ടും വൈകണ്ട, എത്രയും പെട്ടെന്ന് ടച്ച് ഓഫ് ഇങ്കിലേക്ക് വന്നോളൂ. നിങ്ങളുടെ ടാറ്റു നിങ്ങളുടെ ദേഹത്ത് ഉണ്ടാവട്ടെ.